ചെന്നൈയിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് കൊടയും ചൂടിപ്പിടിച്ച് മക്കൾ സെൽവി ശ്രീതു അക്ക ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. ശ്രീതുവിന്റെ മുഖത്ത് വിഷമവും ദേഷ്യവും ആശങ്കയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് കേട്ടോ ഞാൻ ലൈവില് കണ്ടത്. ആദ്യമായിട്ടാണ് ശ്രീതുവിനെ ഇത്രയും ടെൻസ്ഡ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ സീസണില്. ആ ഒരു എവിക്ഷൻ ഡ്രാമ നടക്കുന്ന മുഴുവൻ സമയവും ശ്രീതുവിന്റെ മുഖത്ത് ഞാനൊരു വല്ലാത്തൊരു ടൈപ്പ് ഓഫ് അറേ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയത്തില്ല, ഒരു ആൻസൈറ്റി അത് കണ്ടിരുന്നു. ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മുഖമായിരുന്നു ശ്രീതുവിന്റെ ഇത്രയും കാലം. ഇപ്പം ഇന്നാണ് ശരിക്കും അത് ടെൻഷൻ അടിച്ചതെന്ന് തോന്നുന്നു. എല്ലാ തവണയും സേവ് ആവുന്ന പോലെ ഇന്ന് സേവ് ആവില്ല എന്നൊരു പക്ഷെ ശ്രീതുവിന് ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ശ്രീതുവിന്റെ ഗെയിം നല്ല രീതിയിൽ തന്നെ വിജയിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരി ഫിനാലെ വീക്ക് വരെയൊക്കെ എത്തി നിന്നത്. അത് എടുത്തു പറഞ്ഞേ ഒക്കത്തുള്ളൂ. പിന്നെ പുള്ളിക്കാരിയുടെ ഗെയിമിനെ പറ്റി 2 വാക്ക് പറയുവാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആവാതെ നോക്കുക എന്നതായിരുന്നു ശ്രീതുവിന്റെ ഗെയിം പ്ലാൻ. പരമാവധി സീരിയൽ ഫാൻ ബേസ് യൂട്ടിലൈസ് ചെയ്യത്തക്ക വിധം ഒരു നല്ല കുട്ടി ഇമേജ് കളിച്ച് ക്യൂട്ട്നെസ് പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോവുക. അതിനുവേണ്ടി ഏഷ്യനെറ്റ് പ്രേക്ഷകരെയാണ് പുള്ളിക്കാരി പിടിച്ചതെന്ന് വെച്ചാൽ എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകള്. പിന്നെ ഒരു ഫേക്ക് ലവ് കോംബോ പിടിച്ചു. ജബ്രി കോംബോയെ കടത്തി വെട്ടിയില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ടും പിന്നെ കുറെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ടും ഒക്കെ ശ്രീതു നെഗറ്റീവ് ആയില്ല. 97ാമത്തെ ദിവസം വരെ നിന്നു. അർജുന്റെ ഒരു പ്രകടനം കാണണമായിരുന്നു കേട്ടോ. ശരിക്കും സന്തോഷമാണ് പുള്ളിക്ക്. ഉള്ളിന്റെ ഉള്ളില് ശ്രീതുവിന്റെ വോട്ട് കിട്ടുമെന്നുള്ള സന്തോഷം. ശ്രീതുവിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ ഒരു വോട്ട് പോലും അർജുന് പോവില്ല എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, എനിക്കറിയാൻ സാധിച്ചതാണ്. എന്തായാലും ഇതൊരു പ്ലാനാണ് കേട്ടോ. ഞാൻ മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ജിൻഡോ ജയിക്കും എന്നിട്ട് 97% ഉറപ്പാണ്. പ്രേക്ഷകരും സോഷ്യൽ മീഡിയയും എല്ലാം പുള്ളിയുടെ ഒപ്പം ഉണ്ട്. ഇത് ജാസ്മിനെ റണ്ണറപ്പ് സ്ഥാനം മറിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ ശരത് ബ്രോ പറയുന്ന പോലെ ഇറ്റ്സ് ഹാഫിസ് ശംഷുദ്ദീൻ. പുള്ളിക്കാണ് സത്യം പറഞ്ഞ ഈ കപ്പ് എടുത്ത് കൊടുക്കേണ്ടത്. ജിൻഡോനെയും ജാസ്മിനെയും ഒക്കെ ഇട്ട് തുലാഭാരം തൂക്കിയാലും ഹാഫിസ് അണ്ണന്റെ തട്ട് താണ് തന്നെ ആയിരിക്കും. നമിച്ച് എന്റെ പൊന്ന് ഹാഫിസ് അണ്ണ നമിച്ച്.